നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനെ തൊടുപുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെ. സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടിയ ദേവികുളം സബ് കളക്ടർ മൂന്നാറിൽ നിന്ന് പടിയിറങ്ങി. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത ശ്രീരാം വെങ്കിട്ടരാമന് സഹപ്രവർത്തകരുടെ ഊഷ്മളമായ യാത്രയയപ്പ്. പീരുമേട് ടീ കമ്പനിയിൽ തൊഴിലാളികൾക്ക് 5 കോടി രൂപയുടെ ഭവന പദ്ധതി നടപ്പാക്കാൻ ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. ഈ മാസം 17-ന് പീരുമേട് ടീ കമ്പനി സന്ദർശിക്കാനും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷന് കമ്മീഷണറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് കോഴി വ്യാപാരം വീണ്ടും പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച 87 രൂപ നിരക്കിൽ ഇറച്ചിക്കോഴികളെ വിൽക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ കോഴി വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനെ തൊടുപുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു പിന്നാലെ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ തൊടുപുഴ ശാന്തിഗിരി കോളേജിന് സമീപമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ദിലീപ് ചിത്രമായ ജോർജേട്ടൻസ് പൂരത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നടനെ ഇവിടെ തെളിവെടുപ്പിനായി എത്തിച്ചത്. തെളിവെടുപ്പിന് മുന്നോടിയായി ദിലീപിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. ദിലീപിനെ തെളിവെടുപ്പിനായി എത്തിക്കുന്ന വിവരമറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് തൊടുപുഴയിലെത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് ദിലീപിനെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല. അസഭ്യം ചൊരിഞ്ഞും കൂക്കി വിളിച്ചുമാണ് ജനക്കൂട്ടം താരത്തെ വരവേറ്റത്. ആൾക്കൂട്ടത്തിൽ ഒരു വിഭാഗം ദിലീപുമായി എത്തിയ വാഹനം തടയാനും ശ്രമിച്ചു. തെളിവെടുപ്പിനിടെ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ദിലീപിനെതിരെ പ്രതിഷേധ പ്രകടനവും നടത്തി. തൊടുപുഴയിലെ ഷൂട്ടിംഗിനിടെ കഴിഞ്ഞ നവംബർ 14-ാം തീയതിയാണ് സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും നിരന്തരം ഏറ്റുമുട്ടിയ ദേവികുളം സബ് കളക്ടർ മൂന്നാറിൽ നിന്ന് പടിയിറങ്ങി. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത ശ്രീരാം വെങ്കിട്ടരാമന് സഹപ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് വാർത്തകളിൽ നിറഞ്ഞ ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ മൂന്നാറിൽ നിന്ന് പടിയിറങ്ങി. ദേവികുളം റവന്യൂ ഡിവിഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ശ്രീറാമിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ GR ഗോകുലും എത്തിയിരുന്നു. ദേവികുളം സബ് കളക്ടറായി 1 വർഷം മുമ്പ് ചാർജെടുത്ത ശ്രീരാം വെങ്കിട്ടരാമൻ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയും നിർമ്മാണങ്ങൾക്കെതിരെയും മുഖം കൂസാതെ നടപടിയെടുത്തു. ഇതോടെയാണ് ഇദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞത്. നിയമ നടപടികളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെയും രാഷ്ട്രീയക്കാരുടെ താൽപര്യത്തിന് വഴങ്ങാതിരിക്കുകയും ചെയ്തതോടെ രാഷ്ട്രീയ രംഗത്ത് ഏറെ ശത്രുക്കളെ സമ്പാദിച്ചു. ജനപ്രതിനിധികൾക്കെതിരെയും മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായതോടെ സർക്കാർ തലത്തിൽ തന്നെ ശ്രീരാം വെങ്കിട്ടരാമൻ ഒരു വിഷയമായി മാറി. ശ്രീരാമിനെ മൂന്നാറിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി മന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തി. ഇതിന്റെ പേരിൽ സർക്കാരിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുകയും ചെയ്തു. അവസാനം ശ്രീരാമന് ലഭിച്ച സ്ഥലം മാറ്റം പോലും വിവാദമായി മാറി. രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ തലകുനിക്കാതെ കരുത്താർന്ന നടപടികളിലൂടെ ശ്രദ്ധേയനായ ശ്രീരാം വെങ്കിട്ടരാമൻ അഭിമാനത്തോടെ തന്നെയാണ് മൂന്നാറിൽ നിന്ന് പടിയിറങ്ങുന്നത്. പീരുമേട് ടീ കമ്പനിയിൽ തൊഴിലാളികൾക്ക് 5 കോടി രൂപയുടെ ഭവന പദ്ധതി നടപ്പാക്കാൻ ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു. ഈ മാസം 17-ന് പീരുമേട് ടീ കമ്പനി സന്ദർശിക്കാനും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് 5 കോടി രൂപയുടെ ഭവന പദ്ധതി ആവിഷ്കരിക്കാൻ ലേബർ കമ്മീഷണർ K. ബിജു ഉത്തരവിട്ടു. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളുടെ ദുരവസ്ഥയെക്കുറിച്ച് ജനകീയം പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് നൽകിയ പരാതിയിൽ തെളിവെടുത്ത ശേഷമാണ് കമ്മീഷണറുടെ ഉത്തരവ്. 5 കോടി രൂപയുടെ ഭവന പദ്ധതി ആവിഷ്കരിക്കാൻ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി തോട്ടത്തിൽ നിന്ന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും തോട്ടമുടമ ഭൂമി വിട്ടു നൽകാത്ത പക്ഷം
പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം ഭൂമി പിടിച്ചെടുക്കാനും നിർദ്ദേശമുണ്ട്. തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, വെള്ളം എന്നിവയുടെ ബില്ല് പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി അടയ്ക്കാൻ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രാ സൌകര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് തോട്ടത്തിൽ നേരിട്ടെത്തി പരിശോധിച്ച് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറോട് റിപ്പോർട്ട് നൽകാനും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കോഴി വ്യാപാരം വീണ്ടും പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച 87 രൂപ വിലയിൽ ഇറച്ചിക്കോഴികളെ വിൽക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോഴി വ്യാപാരികൾ. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി ഇറച്ചിക്കോഴി വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചയിൽ 87 രൂപയ്ക്ക് കോഴി വിൽക്കാം എന്ന വ്യാപാരികൾ സമ്മതിക്കുകയും ചെയ്തു. ഒരു വിഭാഗം വ്യാപാരികൾ തീരുമാനത്തെ എതിർത്തിരുന്നു. എന്നാൽ ജില്ലയിൽ മിക്കയിടത്തും ശരാശരി 120 രൂപയ്ക്കാണ് വ്യാപാരികൾ കോഴി വിറ്റത്. തമിഴ്നാട്ടിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങുന്ന ഇറച്ചിക്കോഴിയെ 87 രൂപയ്ക്ക് വിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ വ്യാപാരികൾ. തമിഴ്നാട്ടിലെ പല്ലടം, ദണ്ഡിഗൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇറച്ചിക്കോഴി ഫാമിൽ 110 രൂപ വിലക്കാണ് കിട്ടുന്നത്. ആ കോഴി ഇവിടെ കൊണ്ട് വിൽക്കണമെങ്കിൽ 130 മുതൽ 150 രൂപ വരെ കിട്ടുമെങ്കിൽ മാത്രമേ വ്യാപാരികൾക്ക് പിടിച്ചിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ അവസ്ഥ തുടർന്നാൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർ കടമുട്ടേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. വ്യാപാരികൾ കട തുറന്നെങ്കിലും സ്റ്റോക്ക് എത്തിച്ചിട്ടുമില്ല. ഇതോടെ കോഴിയിറച്ചി വാങ്ങാൻ എത്തുന്നവർ നിരാശരായി മടങ്ങുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിയുടെ വിലയുടെ കാര്യത്തിൽ അടിയന്തര തീരുമാനമെടുക്കാൻ കഴിയാത്ത പക്ഷം വൻ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ കോഴി വ്യാപാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള നിയമനിർമ്മാണം ആവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പീരുമേട്ടിൽ BJP സംഘടിപ്പിച്ച ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിനം മാലിന്യം കൂടിവരുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് മാത്രം മാലിന്യം സംസ്കരിക്കാൻ കഴിയില്ല. വീടുകൾ നിർമ്മിക്കുമ്പോൾ ശൌചാലയം കൂടി നിർമ്മിക്കണമെന്ന നിയമം പോലെ മാലിന്യ സംസ്കരണത്തിനും സൌകര്യമൊരുക്കണമെന്ന് സർക്കാർ നിയമം കൊണ്ടുവരണമെന്ന് ജോൺ പെരുവന്താനം പറഞ്ഞു. മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കപ്പെടുന്നില്ല എങ്കിൽ എത്ര വലിയ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കിയാലും അത് പിന്നീട് ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ അതിന്റെ ഉറവിടത്തിൽ തന്നെയാണ് സംസ്കരിക്കേണ്ടത്. ഉറവിടത്തിൽ സംസ്കരിക്കുവാൻ ഭരണകൂടങ്ങൾ ജനങ്ങളെ നിയമപരമായി ബാധ്യതപ്പെടുത്തണം. പീരുമേടിനെയും അഴുതയാറിനെയും സംരക്ഷിക്കുക, പീരുമേട് പഞ്ചായത്ത് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുക, അഴുതയാറിന്റെ കരയിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് C. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. പീരുമേട് ടൌണിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഏകദിന ഉപവാസവും ഒപ്പുശേഖരണവും നടത്തിയത്. BJP പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയും ക്ലീൻ ആൻഡ് ഗ്രീൻ പീരുമേട് ജനകീയ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ഇന്ന് പ്രവർത്തകർ ശേഖരിച്ച ഒപ്പുകളടങ്ങിയ നിവേദനം പഞ്ചായത്ത്, താലൂക്ക്, കളക്ടർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ശുചിത്വ മിഷൻ എന്നിവർക്ക് കൈമാറും. ഏകദിന ഉപവാസത്തിൽ BJP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി AG മണി അധ്യക്ഷനായിരുന്നു. പീരുമേട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. വിജയൻ, ക്ലീൻ ആൻഡ് ഗ്രീൻ പീരുമേട് ജനകീയ സമിതിയുടെ പ്രസിഡന്റ് മോനിസൺ, CSDS താലൂക്ക് സെക്രട്ടറി R. ലാലു, BJP നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് A. വേലുസ്വാമി, KK ധർമ്മിഷ്ഠൻ, ശോഭന രമേശ്, ബിന്ദു സജി തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് C. സന്തോഷ് കുമാറിന് BJP ജില്ലാ പ്രസിഡന്റ് ബിനു J. കൈമൾ നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. സമരത്തിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP പ്രവർത്തകർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ 10 ചെയിൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ 10 ചെയിനിൽ താമസിക്കുന്നവരുടെ കണക്കെടുപ്പ് തുടങ്ങി. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ പഞ്ചായത്തുകളിൽ കണക്കെടുപ്പ് നടത്തുന്നത്. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ 10 ചെയിൻ പ്രദേശത്തെ കർഷകരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സമരരംഗത്താണ്. സമരത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് 10 ചെയിനിലെ കർഷകരുടെ യഥാർത്ഥ കണക്കെടുപ്പ് നടത്തുന്നത്. കണക്കെടുപ്പ് നടത്തുന്നതിനോടൊപ്പം വിവരശേഖരണവും നടത്തും. 2 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കി മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രി, വനം മന്ത്രി, വൈദ്യുതി മന്ത്രി എന്നിവർക്കും നൽകും. ഇതിനുശേഷവും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. 2-3 ദിവസങ്ങളായി ഈ 3 പഞ്ചായത്തുകളിലും ഓരോ വാർഡ് തലത്തിൽ സ്ക്വാഡായി പ്രവർത്തകരെ, സമരസമിതിയിലെ പ്രവർത്തകരെ തിരിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും ഇറങ്ങി സർവേ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സർവേയും കൂടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കം എല്ലാവർക്കും ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു നിവേദനം സമർപ്പിക്കാനാണ് സമരസമിതി ഇപ്പോൾ തീരുമാനിച്ചത്. അരനൂറ്റാണ്ടായി ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി കർഷകർ സമരരംഗത്താണ്. നാളിതുവരെയായും സർക്കാരുകൾ അനുകൂലമായി യാതൊരു പട്ടയ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് കർഷകർ വീണ്ടും സമരം ആരംഭിച്ചത്. 1 ചെയിൻ, 2 ചെയിൻ, 3 ചെയിൻ അങ്ങനെ ഉള്ള ഒരു കണക്കിന്റെ അടിസ്ഥാനം ഇവിടെ ഉദിക്കുന്നില്ല.
അതുകൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആ വാട്ടർ ലെവൽ വിട്ടുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിന്, കൃഷിഭൂമിക്ക് പട്ടയം സ്ഥിരമായി ലഭിക്കുന്നതിന്, അവിടുത്തെ കൃഷിക്കാർക്ക് സ്ഥിരമായ അവകാശം ലഭിക്കുന്നതിന് ഗവൺമെന്റും അതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളും ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമരം തുടങ്ങിയ ശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ പത്തുചേരിയിൽ താമസിക്കുന്നവരുടെ കണക്ക് കളക്ടർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇത് ശരിയായ കണക്കല്ലെന്ന് ആരോപിച്ചാണ് സമരസമിതി കണക്കെടുപ്പും വിവരശേഖരണവും നടത്തുന്നത്. KTU പ്രശ്നത്തിലും മെഡിക്കൽ ഫീസ് വർധനയിലും പ്രതിഷേധിച്ച് ABVPയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷവുമുണ്ടായി. കട്ടപ്പന ഇടുക്കിക്കവരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം DE ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ABVP പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം ABVP സംസ്ഥാന വിദ്യാർത്ഥി പ്രമുഖ ശ്രീലക്ഷ്മി K. സുദീപ് ഉദ്ഘാടനം ചെയ്തു. KTUക്കാരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ആ കുട്ടികൾ ഇന്ന് ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അവർക്ക് വേണ്ടി അതുപോലെ തന്നെ മെഡിക്കൽ ഫീസ്, മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് വെറും 25,000 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 5 ലക്ഷമാക്കിയ ഈ അധികാരവർഗ്ഗങ്ങൾ, ഈ മൂരാച്ചികൾ കാണിച്ചതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഫലമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KTU വിദ്യാർത്ഥികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിലും മെഡിക്കൽ ഫീസ് വർധനയിലും പ്രതിഷേധിച്ച് ABVP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് കട്ടപ്പന DE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ABVP ജില്ലാ ജോയിന്റ് കൺവീനർ സുമിത് MP, ശരണ്യ പ്രസന്നൻ, അനന്തകൃഷ്ണൻ, ജോഷ്ലി സെബാസ്റ്റ്യൻ, അശ്വിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാന്തൻപാറയിൽ CHR ഭൂമിയിൽ നടത്തുന്ന അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ. ചിന്നക്കനാലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തി പൂപ്പാറ വില്ലേജിലെ ശാന്തൻപാറയിൽ സർവേ നമ്പർ 27/1-ൽപ്പെട്ട ജെയ്സൺ തോമസ് എന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഏലപ്പട്ടയത്തിൽ 4000-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള വമ്പൻ കെട്ടിടം അനധികൃതമായി നിർമ്മിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ കെട്ടിട സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും നിർമ്മാണം തുടരുന്നുവെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് അധികൃതർ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത്. നിലവിൽ അനധികൃത നിർമ്മാണത്തിനെതിരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉടുമ്പൻചോല ഡെപ്യൂട്ടി തഹസിൽദാർ രാജീവ് കുമാർ പറഞ്ഞു. അത് അന്വേഷണം നടത്തിയിട്ട് അതിന്റെ മേലിൽ എന്താ നടപടി വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അനധികൃത കൈയേറ്റങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടർ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളും മറ്റു വസ്തുക്കളും പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നു. വണ്ടൻമേട് സ്റ്റേഷൻ പരിസരങ്ങളിൽ മാത്രം കോടികളുടെ വസ്തുക്കളാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. ലേലം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതിനാൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും മണലുമാണ് വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് നശിക്കുന്നത്. മണലൂറ്റ വ്യാപകമായിരുന്ന സമയത്ത് അണക്കര മേഖലയിൽ നിന്നും പിടിച്ചെടുത്തവയാണ് ഇവയിൽ ഭൂരിഭാഗവും. വർഷങ്ങളായി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെയിലും മഴയുമേറ്റ് കിടക്കുന്ന വാഹനങ്ങളും മോട്ടോറുകളുമെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. വൻതോതിൽ മണലും സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും മണ്ണായി മാറിയിട്ടുണ്ട്. അവശേഷിക്കുന്ന പോലും സംരക്ഷിക്കാൻ നടപടിയായിട്ടില്ല. അണക്കര മേഖലയിലെ പാടശേഖരങ്ങളിൽ മണലുറ്റി നടത്തിയ കേസിൽ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും പിടികൂടിയ കുതിരശക്തി കൂടിയ മോട്ടോറുകളും ട്രാക്ടർ, ലോറി തുടങ്ങിയവയുമെല്ലാമാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കൂടാതെ വൻതോതിൽ ഹോസുകളും ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. മോട്ടോറുകളിൽ ഭൂരിഭാഗവും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. വാഹനങ്ങളുടെ സ്ഥിതിയും മറിച്ചല്ല. പല വസ്തുക്കളും നശിച്ച് കാട് കയറി മൂടിയ നിലയിലാണ്. സ്റ്റേഷൻ പരിസരത്ത് വിവിധ സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മൺകൂനയായി മാറിക്കഴിഞ്ഞു. പോലീസിൽ നിന്നും ഇക്കാര്യം റവന്യൂ വകുപ്പിനെ അറിയിച്ചെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊപ്പം മറ്റു കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളും ഇവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുമളി സ്റ്റേഷൻ പരിസരത്ത് സ്ഥലസൗകര്യമില്ലാത്തതിനാൽ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട അവിടെ പിടികൂടിയ വാഹനങ്ങളും ഏതാനും നാൾ മുമ്പ് വണ്ടമേട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇവ ലേലം ചെയ്തു നൽകാൻ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ അവശേഷിക്കുന്ന വസ്തുക്കൾ കൂടി നശിക്കുന്ന സ്ഥിതിയിലാണ്. ശാന്തൻപാറയിൽ അനധികൃതമായി ശ്മശാനം നിർമ്മിക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ആക്ഷൻ കൌൺസിലിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. ഗണപതി ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് പ്രകടനമായി എത്തിയവർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. SNDP യോഗം രാജാക്കാട് യൂണിയൻ കൌൺസിലർ G. അജയൻ സമരം ഉദ്ഘാടനം ചെയ്തു. പതുക്കെ അവിടെ ഒരു ശ്മശാനം വേണം എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്തയിലേക്ക് വന്നു. അതിൽ ശരിക്കും പറയണേ ന്യായമായിട്ടും നമ്മൾ അതിനെ കുറ്റം പറയണില്ല. അവർ ആചാരമനുസരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇവിടെയുള്ള ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആചാരത്തിന് നിരക്കാത്തതാണ്. അത് മാത്രമല്ല ഇത് ഈ സമരം നടത്തുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു മതവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു സമുദായ സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ആരും കാണരുത്. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി NC ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. ആക്ഷൻ കൌൺസിൽ കൺവീനർ KD അജയ്കുമാർ, ഹിന്ദു ഐക്യവേദി താലൂക്ക് കൺവീനർ PK സോമൻ, ക്ഷേത്രം പ്രസിഡന്റ് തുളസീധരൻ, KPMS നേതാവ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 100 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഗണപതി ക്ഷേത്രത്തിന് സമീപത്തായി മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായി മുസ്ലിം ദേവാലയമുണ്ട്. അടുത്ത നാളിൽ പള്ളി പുതുക്കിപ്പണിതതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഏറെ ദൂരത്തിലല്ലാതെ ജനവാസ മേഖലയോട് ചേർന്ന് ശ്മശാനം നിർമ്മിക്കാൻ തുടങ്ങുന്നതിനെതിരെയാണ് വിശ്വാസികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച സമരം തുടങ്ങിയത്. പാറപ്പുറത്ത് ഏറെ മണ്ണില്ലാത്ത സ്ഥലത്ത് ശ്മശാനം നിർമ്മിച്ചാൽ അടുത്തുള്ള കുടിവെള്ള സ്രോതസ്സായ തോട്ടിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നും ശ്മശാന നിർമ്മിതി ക്ഷേത്രാചാരങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. പ്രദേശത്തെ മതസൌഹാർദ്ദം നിലനിർത്തുക, ശ്മശാന നിർമ്മാണം സംബന്ധിച്ച് സബ് കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് നിലനിർത്തുക, ദൂരപരിധി പാലിക്കുക, ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ധർണയിൽ ഉയർന്നു. ശാന്തൻപാറ SI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ഇരട്ടയാറിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണം നടത്തിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിനു വേണ്ടി ഇരട്ടയാർ ബസ് സ്റ്റാൻഡും ജീപ്പ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പനി ബാധിതമാണ് മിക്കവാറും മേഖലകളെല്ലാം. ഇരട്ടയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3 ഡെങ്കി പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തിയാകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ശുചീകരണം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇരട്ടയാർ ദീപ്തി കോളേജിലെ വിദ്യാർത്ഥികളും ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശുചീകരണ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആരോഗ്യവകുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇരിപ്പുലിക്കാട്ട് പറഞ്ഞു. ആരോഗ്യ പരിപാടി രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്തിലെ ആളുകളാണ്. അവർക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ശക്തമായ ഒരു പ്രതിഷേധം ആണ് ഇത് രേഖപ്പെടുത്തുന്നത്. ജോസുകുട്ടി അരിപ്പറമ്പിൽ, PV ഷാജി, ജെസി ജോസഫ്, MV ജോർജ് കുട്ടി, ബോബൻ തോമസ്, ജിൻസൺ വർക്കി, രാജീവ്, MC ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൌണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുകയും കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയും കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തു. ഇരട്ടയാർ നത്തുകല്ല് കുരിശുമല റോഡ് യാത്രായോഗ്യമല്ലാതായി. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഇരട്ടയാർ നത്തുകല്ല് കുരിശുമല റോഡ് 5 വർഷമായി തകർന്നു കിടക്കുകയായിരുന്നു. 2 വർഷമായി കാൽനടയാത്ര പോലും പറ്റാത്ത അവസ്ഥയിലായി. ഓട നിർമ്മാണം നടക്കാത്തത് മൂലം റോഡിൽ കൂടിയാണ് മഴവെള്ളം ഒഴുകുന്നത്. റോഡിന്റെ വശങ്ങളിലെ ടാറിംഗ് തകർന്നത് മൂലം വാഹനയാത്രയും ദുസ്സഹമാണ്. ഒരു 4-5 വർഷമായിട്ട് കിടന്നു. അതിനിടയ്ക്ക് ചെറിയൊരു മെയിൻ്റനൻസ് മാത്രം, ഒരു കുഴികളൊക്കെ ഒന്ന് അടച്ചെന്ന് പോയായിരുന്നു. അതിനുശേഷം വീണ്ടും 2 വർഷത്തോളം തീർത്ത് പരിതാപകരാവസ്ഥയിലേക്കാണ് റോഡിന്റെ. ഈ വഴിയിലൂടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഡ്രൈവർമാർ തയ്യാറാകാത്തത് മൂലം പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. രോഗികളെ കൊണ്ടുപോകാനോ അത്യാവശ്യ അവസരങ്ങളിലോ മാത്രമേ ടാക്സി വാഹനങ്ങൾ ഇതുവഴി പോകാറുള്ളൂ. ഈ കുരിശുമല റോഡിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരെ വെച്ച് ഒരു യാത്ര ഒരു ദുഷ്കരമാണ്. പിന്നെ ചില രോഗികളെ കൊണ്ടുപോകണം, ആരൊക്കെ വെള്ളം കയറി പോകുന്നതാണ്. ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ഇന്ധന ചെലവുണ്ടാക്കും. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പന കോമ്പറ്റീറ്റർ PSC പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുളിയന്മല ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി കമ്പിളി ഉടുപ്പുകൾ വിതരണം ചെയ്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം ജഗദീശൻ അറുമുഖം കമ്പിളി ഉടുപ്പുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കോമ്പറ്റീറ്റർ PSC പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറും പുളിയന്മല ട്രൈബൽ സ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന EM മാത്യുവിന്റെ അനുസ്മരണാർത്ഥമാണ് പുളിയന്മല ട്രൈബൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി കമ്പിളി ഉടുപ്പുകൾ വിതരണം ചെയ്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ
PTA പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ EM മാത്യു മെമ്മോറിയൽ അവാർഡിനും ക്യാഷ് പ്രൈസിനുമായി നടത്തിയ മത്സര പരീക്ഷയിൽ വിജയികളായ കോമ്പറ്റീറ്ററിലെ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലർ MC ബിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ KA ജോസഫ്, കോമ്പറ്റീറ്റർ ഡയറക്ടർമാരായ BM രവീന്ദ്രൻ നായർ, MB ഉണ്ണി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൂരജ് മാത്യു, MIBM എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം പുളിയമ്മല ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കമ്പിളി പുതപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. എന്താണെങ്കിലും ഇടുക്കി ജില്ലയിൽ മാത്രമല്ല അടുത്ത കാലങ്ങളായിട്ട് കോട്ടയം ജില്ലയിൽ കൂടി ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. LDC മാതൃകാ പരീക്ഷയിൽ വിജയികളായ നിജാമോൾ TS, റെനിമോൾ MR, മെർലിൻ മാത്യു, അരുൺ R, ജോസഫ് തോമസ്, അഞ്ജു മാനുവൽ, അജേഷ് CR എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. അടിമാലി ഐക്കരക്കുന്നിൽ മണ്ണിടിച്ചിൽ ഭീഷണി. ഐക്കരക്കുന്ന് സ്വദേശി താണിക്കുഴിയിൽ ഷമീറിന്റെ വീടിന് മുകളിൽ അയൽവാസിയുടെ മുറ്റം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. അടിമാലി പഞ്ചായത്തിലെ 8ാം വാർഡിലെ താണിക്കുഴി ഷമീറിന്റെ വീടിനാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. അയൽവാസിയുടെ മുറ്റം ഇടിഞ്ഞു വീണാൽ തങ്ങളുടെ ഷീറ്റിട്ട വീട് പൂർണ്ണമായും തകരുമെന്ന ഭീതിയിലാണ് ഷമീറിന്റെ കുടുംബം. വില്ലേജിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറഞ്ഞു. അയൽവാസിയോടും പരാതി പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. വില്ലേജ് ഓഫീസിൽ പരാതി വെച്ചു, മെമ്പർമാരെ കൊണ്ടുവന്നു, മെമ്പർമാർ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് മെമ്പർ വില്ലേജ് ഓഫീസറെ വിളിച്ചു. വില്ലേജ് ഓഫീസർ അവർ വന്ന് നോക്കിച്ച് പോയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ് പരാതി കൊടുത്തു. യാതൊരു പ്രയോജനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്തിലെ 13ാം വാർഡിൽ ഉൾപ്പെടുന്ന അടിമാലി 3/4 ഏക്കറിലും മണ്ണിടിഞ്ഞു. മൂഞ്ഞേലിൽ ജോണി ജോസഫിന്റെ കൽക്കെട്ടാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞ് അയൽപ്പക്കത്തുള്ള ലീല കാഞ്ഞിരംകുന്നേലിന്റെ വീട്ടിലേക്കും പതിച്ചു. വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ PHC കെട്ടിട നിർമ്മാണത്തിന് 25 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. ഉപ്പുതോട് ഗ്രാമസഭാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016-2017 സാമ്പത്തിക വർഷത്തെ പദ്ധതി പൂർത്തീകരണത്തിന്റെ അംഗീകാരത്തിനായും 2017-2018 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുമായാണ് ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. മരിയാപുരത്ത് PHCയുടെ കെട്ടിട നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപ അനുവദിച്ചതായും ഉപ്പുതോട് ഹോമിയോ ഡിസ്പെൻസറിയുടെ ടോയ്ലറ്റ് നിർമ്മാണത്തിന് 50,000 രൂപയും അനുവദിച്ചതായി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമുക്ക് PHCക്ക് കുറച്ച് അപര്യാപ്തങ്ങളുണ്ട്, കെട്ടിട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 25 ലക്ഷം രൂപ ഞാൻ ആസ്തി വികസന മണ്ഡലത്തിൽ നമ്മുടെ മരിയാപുരം PHCക്ക് കൊടുത്തു. അവിടെ കെട്ടിട നിർമ്മാണം നമുക്ക് തയ്യാറായിട്ടുണ്ട്. ആ നിലയിൽ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഡോക്ടറോട് വന്ന് ജോയിൻ ചെയ്തുകൊണ്ടൊരു ഡോക്ടർ വന്ന് ജോയിൻ ചെയ്തു. 2 സ്റ്റാഫ് നഴ്സും ഒരു ലാബ് ടെക്നീഷ്യനും പുതിയതായിട്ട് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ടോയ്ലറ്റ് പണിതാൽ മതി 50,000 രൂപ അനുവദിക്കുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീമോൻ വാസു മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ തടയുന്നതിനും പരിസര ശുചീകരണത്തിന്റെ ബോധവൽക്കരണത്തിനുമായി ക്ലാസുകൾ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കുമളിയിൽ നടന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കുമളി YMCA ഹാളിൽ ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ വർക്കിംഗ് പ്രസിഡന്റായി KN ദിവാകരനും ജനറൽ സെക്രട്ടറിയായി KP ഹസനും ട്രഷററായി സുബൈർ S മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു. CK മോഹനൻ, നജീബ് ഇല്ലത്തുപറമ്പിൽ, സണ്ണി പയ്യമ്പള്ളിൽ, KR വിനോദ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജെയിംസ് മാത്യു, PM ബേബി, തങ്കച്ചൻ കോട്ടയ്ക്കകത്ത്, ജോയി മേക്കുന്നൽ, VK മാത്യു എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ചരക്ക് സേവന നികുതി സംബന്ധിച്ച് ജില്ലാ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ A അഷ്റഫ് ക്ലാസ് നയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന കൊക്കോ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പഴയരിക്കണ്ടത്ത് നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കൊക്കോ പുതിയ കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന കൊക്കോ തൈകളുടെ വിതരണമാണ് പഴയരിക്കണ്ടത്ത് നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ 100 കണക്കിന് കർഷകർക്കാണ് കൊക്കോ തൈകൾ നൽകിയത്. ചടങ്ങിൽ ആരോഗ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മോളി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടോമി ജോസഫ്, കാർഷിക വികസന അംഗം ജിൻസ് വള്ളിയാന്തരം തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷകർ വിതരണ പരിപാടിയിൽ പങ്കെടുത്തു. പലതവണ പരാതി നൽകിയിട്ടും സംസ്ഥാന പാതയിൽ കാഴ്ച മറച്ചു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റാൻ നടപടിയായില്ല. അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കാടുകൾ വെട്ടിനീക്കി. രാജകുമാരി പൂപ്പാറ റൂട്ടിൽ കുരുവിള സിറ്റിക്ക് സമീപമാണ് കൊടും വളവിലടക്കം കാടുകൾ വളർന്നു നിന്നിരുന്നത്. ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തിയാൽ മാത്രമാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത്.
ഏറ്റവും കൂടുതൽ തിരക്കേറിയ റോഡിലെ കാടുകൾ വെട്ടിനീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അധികൃതർ ഇത് കണ്ട ഭാവം നടിച്ചില്ല. മഴക്കാലം ആരംഭിച്ചതോടെ കാഴ്ചമറച്ചു നിൽക്കുന്ന കാടുകൾ അപകടക്കണിയായി മാറുകയും അപകടങ്ങൾ നിത്യസംഭവവുമായി മാറി. കഴിഞ്ഞ ആഴ്ചയിലും ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് സ്ത്രീയും കുഞ്ഞുമടങ്ങിയ ബൈക്ക് യാത്രികനെ പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെയാണ് കാട് വെട്ടി നീക്കുന്നതിനു വേണ്ടി പ്രദേശവാസികൾ രംഗത്തെത്തിയത്. ഈ ചപ്പെല്ലാം വന്ന് കിടക്കുന്ന കാരണം വീതി കുറവ്, അപ്പുറേന്ന് വണ്ടി വന്നാൽ അറിയത്തില്ല. കാരണം ഇവിടെ എന്തോസം എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ തെളിക്കാന്ന് പറഞ്ഞ് അങ്ങനെ തെളിച്ചതാണ്. ഞങ്ങളെല്ലാം ഇതറിഞ്ഞു കേട്ട് വേറെ കുറച്ച് ചേട്ടന്മാരെല്ലാം വന്ന് ഞങ്ങളിത് ചെയ്യുന്നതാണ്. അധികൃതരുടെ കണ്ണു തുറന്നില്ലെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പൊതുജനങ്ങളും കൈകോർക്കണമെന്ന സന്ദേശമാണ് ഇവിടുത്തെ നാട്ടുകാർ സമൂഹത്തിന് പകർന്നു നൽകിയത്. മിൽമയുടെ പാക്കറ്റ് പാൽ 15-ാം തീയതി മുതൽ 20 രൂപയ്ക്ക് വിൽപ്പന നടത്തും. കട്ടപ്പന ഡയറിയിൽ നിന്നുമാണ് വില കുറച്ച് പാൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. പൂർണ്ണമായും പ്രാദേശികമായി സംഭരിക്കുന്ന പാലാണ് കട്ടപ്പന ഡയറിയിൽ നിന്ന് നൽകുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. കോട്ടയം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പണ്ഡിതർ വിളക്കിത്തല നായർ സഭയുടെ സംഘടനയ്ക്ക് മറ്റ് സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് PVNS ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന ഇരട്ടയാർ, കട്ടപ്പന, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, വണ്ടൻമേട്, ചക്കുപള്ളം കൃഷിഭവനുകൾ വഴി സമഗ്ര പച്ചക്കറി വികസന പദ്ധതി നടപ്പാക്കുന്നു. 86,22,800 രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 2017-2018 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള ഗ്രാമസഭകൾ 16, 17, 19, 20, 22, 23, 30 തീയതികളിൽ ചേരുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷക ഗ്രൂപ്പുകൾക്ക് കാർഷിക യന്ത്രോപകരണങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കർഷക ഗ്രൂപ്പുകൾ 20-ാം തീയതിക്ക് മുമ്പായി കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അപേക്ഷ നൽകണമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അറിയിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഡൈനാമിക് ടച്ച് ചികിത്സ നടത്തുന്നു. അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ എബ്രഹാം ജോസഫാണ് രോഗികളെ പരിശോധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9747036236 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരളത്തിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടകിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ കട്ടപ്പന ഇടുക്കി കവല ദർശന ഹാളിൽ ചേരും. നാടക് സംസ്ഥാന സെക്രട്ടറിയും സംവിധായകയുമായ ജെ ശൈലജ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. നാടക സിനിമാ താരങ്ങൾ പങ്കെടുക്കും. വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളുടെ മേൽ അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന ബാങ്കുകൾക്കെതിരെ INPA പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിനു മുന്നോടിയായുള്ള ജില്ലാ കൺവെൻഷൻ 14-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടക്കും. യോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പ്രായമായ മാതാപിതാക്കളെ തെരുവിലും വൃദ്ധസദനങ്ങളിലും ഉപേക്ഷിക്കുന്ന കാലമാണിത്. എന്നാൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നായയ്ക്ക് നാട്ടുകാർ അഭയം നൽകിയ വ്യത്യസ്ത കഥയാണ് ഇത്. കാഞ്ചിയാർ സ്വരാജിലാണ് ഉടമസ്ഥൻ ഉപേക്ഷിച്ച നായയ്ക്ക് നാട്ടുകാർ സംരക്ഷകരായത്. തെരുവിൽ ഒരു നായയെ കണ്ടാൽ ജനം ഓടിച്ചിട്ട് കല്ലെറിയുന്ന കാലമാണിത്. എന്നാൽ എവിടെ നിന്നോ സ്വരാജിലെത്തിയ പ്രായമായ ജർമ്മൻ ഷെപ്പേർഡിനെ നാട്ടുകാർ കൈവിട്ടില്ല. പ്രായമായ നായയുടെ വയറിനു ചുറ്റും ഒരു മുഴയുണ്ട്. അസുഖം കണ്ടതോടെ ഒരായുസ് മുഴുവൻ കാവൽ നിന്ന വീടിന്റെ ഉടമസ്ഥൻ തന്നെ ഇവനെ വഴിയിൽ തള്ളിയതാവണം. എന്തായാലും വിശന്ന് വഴിയിൽ കിടന്ന നായയ്ക്ക് സമീപവാസികളായ ഒഴുങ്ങാലി, ബീന, ജെസി എന്നിവർ ഭക്ഷണം നൽകി. അയൽവക്കത്തെ മറ്റു വീട്ടുകാരും ഇവരുടെ പാത പിന്തുടർന്നു. മഴയും വെയിലുമേറ്റ ഇവന്റെ കിടപ്പ് കണ്ട് വിഷമം തോന്നിയ നാട്ടുകാർ പ്ലാസ്റ്റിക് പടുത വലിച്ചുകെട്ടി താമസ സൗകര്യവും ഒരുക്കി. നല്ലതിനം പട്ടിയാണ്. അതിനെന്തോ കൂടിയ രോഗമാണ്. അത് മൃഗസംരക്ഷണ വകുപ്പ് അങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റെടുത്ത് അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. കാരണം വഴി സൈഡിൽ സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് നടന്നു പോകുന്ന മേഖലയാണ്. വല്ല പേവിഷബാധയോ വല്ലതും മറ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ വിഷയങ്ങളാകും. അത് അധികൃതർ ശ്രദ്ധിക്കും. ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് ഈ നായ.
ഇവന് നാട്ടുകാർ ബ്ലാക്കി എന്ന് പേരുമിട്ടു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബ്ലാക്കിയുമായി ചങ്ങാട്ടം കൂടുന്നു. മൃഗാശുപത്രിയിലെത്തിച്ച് നായയ്ക്ക് ചികിത്സ നൽകാനുള്ള ഒരുക്കത്തിലുമാണ് ഇവർ. മനുഷ്യർ തമ്മിൽ പോലും ബന്ധങ്ങൾ ദുർബലമാകുന്ന കാലത്ത് പ്രായം ചെന്ന നായയും സ്വരാജിലെ നാട്ടുകാരും തമ്മിലുള്ള സൗഹൃദം നന്മയുടെ വെളിച്ചമാവുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജീസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജീസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് കാർഡമം ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 280, വിൽപ്പനയ്ക്ക് വന്നത് 47,633, വിൽപ്പന നടന്നത് 47,633, കൂടിയ വില 1,359, ശരാശരി വില 943. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയ വില 960, ശരാശരി 840. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ, ഗ്രാമ്പു 580 രൂപ, കൊക്കോ 30 രൂപ, റബ്ബർ 117 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,610 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജീസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്നറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനെ തൊടുപുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെ. സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടിയ ദേവികുളം സബ് കളക്ടർ മൂന്നാറിൽ നിന്ന് പടിയിറങ്ങി. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത ശ്രീരാം വെങ്കിട്ടരാമന് സഹപ്രവർത്തകരുടെ ഊഷ്മളമായ യാത്രയയപ്പ്. പീരുമേട് ടീ കമ്പനിയിൽ തൊഴിലാളികൾക്ക് 5 കോടി രൂപയുടെ ഭവന പദ്ധതി നടപ്പാക്കാൻ ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. ഈ മാസം 17-ന് പീരുമേട് ടീ കമ്പനി സന്ദർശിക്കാനും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷന് കമ്മീഷണറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് കോഴി വ്യാപാരം വീണ്ടും പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച 87 രൂപ നിരക്കിൽ ഇറച്ചിക്കോഴികളെ വിൽക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ കോഴി വ്യാപാരികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.